കുട്ടികളുടെ പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഒരു ദിനചര്യ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കലെന്നാണ്. ഇപ്പം നിങ്ങൾ അബുദാബിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? സുബൈക്ക് എണീക്കും. ആരാ സുബൈക്ക് നിങ്ങളെ വിളിക്കാറ്? ആരും വിളിക്കൂല. അതെന്താ ആരും വിളിക്കാതെ നിങ്ങൾ എണീക്കാൻ കാരണം? അതാണ് നിങ്ങളെ റുട്ടീൻ അല്ലേ? അതാ റുട്ടീൻ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉറക്കം വരൂലേ? വരുമോ? വരും. അതെന്താ കാരണം? ദാറ്റ്സ് യുവർ റുട്ടീൻ. വൈകുന്നേരം ആകുമ്പോൾ അത് കഴിഞ്ഞാൽ എന്നും രാത്രി ഓടുന്ന ആരാളുള്ള ഇതിൽ എക്സസൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവർക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്ത് അങ്ങനെ മുട്ടും, ചെയ്തിട്ടില്ല കാലൊക്കെ വേദന. റുട്ടീൻ. നിങ്ങളെ ശരീരവും മനസ്സും നിങ്ങളോട് പറയും നിങ്ങൾ എഴുന്നേൽക്കാൻ സമയമായിരുന്നു. രാവിലെ ഞാൻ സുബൈക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ടൈമിൽ ഇത്തിരി മാറ്റമുണ്ട്. ഞാൻ സുബൈക്ക് ആരും വിളിക്കാതെ എഴുന്നേൽക്കും. ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ടാണ് എന്ത് ചെയ്യുക, എൻ്റെ മോളെയും വൈഫിനെയൊക്കെ വിളിക്കാം. നമുക്ക് അത്രയും സമയം ഉണ്ടാവുമല്ലോ നാട്ടിൽ. പള്ളിയിൽ പോയിട്ട് അവരറിഞ്ഞിട്ട് പോലുണ്ടല്ലോ ഈ അലാറത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചത്. അതിനാണ് റുട്ടീൻ എന്ന് പറയാം. ഒരു കുട്ടിക്ക് ഒരു ഉമ്മയും പാപ്പയും ഉണ്ടാക്കി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സാധനം റൂം, AC, ഫാനല്ല, റുട്ടീനാണ്. ആ റുട്ടീനിൽ എന്തൊക്കെ വേണം? രാവിലെ എഴുന്നേൽക്കൽ, രാത്രി കിടക്കൽ, അതിൻ്റെ ഇടയിലുള്ള 5 നേരത്തെ നമസ്കാരം, അതിനിടയിലുള്ള ഭക്ഷണം, പഠിക്കാനൊരു സമയം. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് പഠിക്കാൻ വരണം. രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഇത്ര സമയം ഖുർആൻ ഓതണം. അത് കഴിഞ്ഞ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പഠിക്കാനിരിക്കണം. അത് കഴിഞ്ഞ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉമ്മാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട റുട്ടീനാണ്. വീട്ടിനകത്ത് ഒരു റുട്ടീൻ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിനകത്ത് ശനിയാഴ്ച എഴുന്നേൽക്കുന്ന സമയം വേറെ. ഇന്നിപ്പോൾ നിങ്ങൾ പോയി കിടന്നാൽ നാളെ എപ്പോഴാണ് പൊങ്ങുക? എപ്പോഴാണ് പൊങ്ങുക? ഇന്ന് പോയി കിടന്നാൽ സുബൈ സ്കെച്ച് പിന്നെയും കിടക്കും. പിന്നെ എപ്പോഴാണ് പൊങ്ങുക? നാളെ നേരം വെളുത്ത് ഉച്ച വരെ റോട്ടിൽ വണ്ടി ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഉറങ്ങുകയാണ്. നല്ല സുഖമായിരിക്കും റോട്ടിൽ കൂടി പോകാൻ. നമ്മൾ ഉറങ്ങുകയാണ്. നമ്മുടെ റുട്ടീൻ അങ്ങനെയാണ്. നമ്മുടെ കുട്ടിയുടെ റുട്ടീനോ, കുട്ടിക്ക് കൃത്യമായ റുട്ടീൻ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുട്ടി എവിടെ പോയാലും ആ റുട്ടീനിൽ പോകും. ദിനചര്യ. നിങ്ങൾ യൂറോപ്യന്മാരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ? അവർക്ക് യൂറോപ്യന്മാർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടൊരു പോസിറ്റീവ് എന്താ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ കണ്ടൊരു പോസിറ്റീവ് എന്താ? ടൈം പങ്ക്ച്വലായിരിക്കും. നമുക്കില്ലാത്തതോ? നമ്മൾ 8 മണിൻ്റെ ക്ലാസ് തുടങ്ങുക, 8 മണിക്ക് ഇറങ്ങുക വീട്ടിൽ നിന്ന്. 8:30 തുടങ്ങുള്ളൂ അല്ലേ? 8 മണിക്കൂടെ ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ മൈൻഡ് സെറ്റ് എന്താ? ആ 8:30 തുടങ്ങാൻ കണ്ടോ നിങ്ങൾ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ജുമക്ക് നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾ അത് 1:15 ജുമ 1:25 ആകുമ്പോൾ നിങ്ങൾ കരുതാറില്ലല്ലോ. എന്താ? അത് കൃത്യം നടക്കുന്നതുകൊണ്ടാണ് അല്ലേ? ഒരു ജർമ്മൻ കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോസ് മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? 10, 10:30, 11, 11:30. ജർമ്മൻ കമ്പനിക്കാർ മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? 8:52. അയാളങ്ങനെ മീറ്റിംഗ് വെക്കുക. 8:52. മീറ്റിംഗ് ടൈം ഈസ് 8:52. ആ സമയത്തോ 8:52 മീറ്റിംഗ് വെക്കണമെങ്കിൽ അയാൾ 8:45 അവിടെ എത്തും ബോസ്. എന്നിട്ട് വാച്ച് നോക്കി അങ്ങനെ ഇരിക്കും. 8:52 തുടങ്ങിയ ഗുഡ് മോർണിംഗ് ആണ് മീറ്റിംഗ് തുടങ്ങി. നമ്മൾ 9:30 ആകുമ്പോൾ ഇനി ആരെയും വരാനുണ്ടോ? ഒന്ന് വിളിച്ചു നോക്കും, മൂപ്പരോട് എത്തി വിളിച്ചു നോക്കും അല്ലേ? അയാൾ എങ്ങനെയാണ്? അപ്പോൾ ഈ പങ്ക്ച്വാലിറ്റി, റെഗുലാരിറ്റി, ഈ ഒക്കെ നമ്മൾ യൂറോപ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ക്വാളിറ്റീസാണ്. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തത് യൂറോപ്യൻസിനുണ്ട്. അവർ നിങ്ങൾ നോക്കൂ, ഈ കോർണിഷിലൂടെ എക്സസൈസ് ഏറ്റവും കൂടുതൽ ചെയ്ത് ഓടേണ്ടവരാ നമ്മുടെ ആൾക്കാരാ അല്ല? അവരുടെ റുട്ടീൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഇംഗ്ലീഷുകാർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പോകുമ്പോൾ വലിയ വള്ളം ചാടി നടക്കും. നമ്മളെല്ലാം മന്തിയും കൂടി വലിച്ചു വാരി കയറ്റി ഒരു എക്സസൈസും ചെയ്ത് നടക്കും. ഒന്നുമില്ല. എന്നാൽ വലിച്ചു വാരി കയറ്റിനതിനുള്ള കുറവുണ്ടോ? അതുമില്ല കേട്ടോ. അവർ ഫുഡ് വളരെ എല്ലാറ്റിനും പങ്ക്ച്വലാണ്. കൃത്യസമയത്ത് അവർ ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, കാര്യങ്ങൾ ചെയ്യും, എക്സസൈസ് ചെയ്യും. എവറിത്തിങ് പങ്ക്ച്വൽ. നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. നമ്മൾ വീട്ടിനകത്ത് കുട്ടിക്ക് ഈ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ കുട്ടി ഇങ്ങനെ തന്നെയാണെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് ആ കുട്ടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്, ഈ കുട്ടി ഒന്നും ഒരു റുട്ടീൻ അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും സ്നേഹിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഈ കുട്ടി ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ചെറിയൊരു പ്രോബ്ലത്തിനുള്ള സാധ്യതയുണ്ട്. ആ പേഴ്സണാലിറ്റി ഡിസോർഡർ കുട്ടി കാണിക്കുക 10 to 15 ആണ് കുട്ടി അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ഗേൾസ് ആണെങ്കിൽ, ബോയ്സ് ആണെങ്കിൽ ഒരു 13 to 16 ഒക്കെ ആകുമ്പോഴാണ് കാണിച്ചു തുടങ്ങുക. ഗേൾസിന് ഒരു മെൻസ്ട്രേഷനൊക്കെ തുടങ്ങുന്ന സമയം മുതൽ ഈ ഡിസോർഡർ അവർ കാണിച്ചു തുടങ്ങും. അപ്പോൾ അവരെയും ഇതേപോലെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം. ഇനി കുട്ടികളിൽ കാണുന്ന OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ച് പറയണം. പിന്നെ അതാണ് ഒരു ചോദ്യം. ഇനി OCDയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ ഒരുപാട് പറയണം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് OCDക്ക് പറയുക. ഒബ്സഷൻ, കമ്പൽഷൻ, 2 സാധനമാണ്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് തോട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഒബ്സഷൻ. കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായി ചെയ്യുക. എൻ്റെ കൈ കഴുകി വൃത്തിയായില്ല എന്ന് തോന്നി വീണ്ടും കഴുകി.
വൃത്തിയായില്ല എന്ന് തോന്നി ആ തോന്നലാണ് ഒബ്സഷൻ എന്ന് പറയുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇതിൽ OCD ഉള്ള ആളുകൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീകളിലാണ്. ജെൻസിനും കാണപ്പെടും, പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീകൾക്കാണ് OCD. സ്ത്രീകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുക മുസ്ലിങ്ങളിലാണ്. കാരണം ഈ വൃത്തിയുമായിട്ടാണ് ഈ OCDക്ക് വലിയ ബന്ധം ഉണ്ടാവുക. മൂത്രം ഒഴിച്ചാൽ തെറിച്ചോ തോന്നുക, ഒന്നും എടുത്താൽ ശരിയായില്ല എന്ന് തോന്നുക, നിസ്കരിച്ചാൽ അത് ക്ലിയർ ആയില്ല എന്ന് തോന്നുക. ഇങ്ങനത്തെ തോന്നലുകൾ ഇത് മറ്റു സമുദായത്തിലുള്ള മറ്റു മതക്കാർക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ അവർക്കും OCD പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ OCDയിൽ 2 സ്ഥാനം പറഞ്ഞു, ഒബ്സഷൻ, കമ്പൽഷൻ എന്ന് പറഞ്ഞു. ഈ ഒബ്സഷൻ ചില ആളുകൾക്ക് വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തയിൽ വസ്വാസുള്ളവർ, പ്രവൃത്തിയിൽ വസ്വാസുള്ളവർ, 2 ടൈപ്പ് ആളുകൾ. ചില ആൾക്കാർക്ക് പ്രവൃത്തി ഉണ്ടാവില്ല, നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടൂല. ശരിയായിനോ ഇല്ലേ, തെറ്റിയോ, എന്തായി, ഒതു പോയിരുന്നോ, അത്തയ്യാത്ത ഞാൻ ചെയ്തില്ല, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവർ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യില്ല, അവരുടെ ചിന്തയിലാണ് വസ്വാസുള്ളത്. ചില ആൾക്കാർ ചിന്തിക്കുക മാത്രമല്ല, കാര്യങ്ങൾ നിസ്കരിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അല്ലാഹു അക്ബർ, പിന്നെ കഴിച്ച അല്ലാഹു അക്ബർ കെട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നെടുത്താൽ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇരിക്കുന്ന ഓഫീസുണ്ട്, ക്ലിനിക്കുണ്ട് രാമനാട്ടുകരയിൽ കോഴിക്കോട്. അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിൽ പോകും. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയാണ് അതിൻ്റെ അടുത്തുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ സലഫി പള്ളികളൊന്നുമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ പള്ളിയിൽ പോകും. ഈ പള്ളിയിലേക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓൾറെഡി പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ബാങ്ക് കൊടുത്തിട്ടാണ് ഇറങ്ങുക, അതൊന്ന് നോക്കിയാൽ കാണുന്ന ദൂരം പള്ളി. ബാങ്ക് കൊടുത്തിറങ്ങിയ ഒന്നും എടുത്ത് കയറുമ്പോഴേക്ക് നിസ്കാരം തുടങ്ങാനുള്ള സമയം ഉണ്ടാവും. ഞാൻ പള്ളിയിൽ എത്തുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടാവും, അയാൾ പള്ളിയിൽ വന്നിട്ടുണ്ടാവും. ഞാൻ എത്തുന്നതിന് 5 മിനിറ്റ് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. അയാൾ ഹൗദ് നിങ്ങൾക്ക് അറിയാലോ, ഹൗദ് നിന്നാണ് ഒന്നും എടുക്കുക. ഇയാളിങ്ങനെ വന്നിട്ട് 2 കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ തട്ടും, തട്ടി ഒരു വെള്ളം കോരിയെടുക്കും. ആ കോരിയെടുത്തിട്ട് പിന്നെ ഞങ്ങൾ നിന്ന് രാത്രി തന്നെ ഇടും, വീണ്ടും തട്ടും. ഞാൻ 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിച്ച് അതിൻ്റെ സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇയാൾ വെള്ളം തട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് 5 മിനിറ്റ് മുമ്പേ പള്ളിയിൽ വന്നൊരു മനുഷ്യനേക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും സ്റ്റാർട്ടായിട്ടില്ല, അയാൾ അപ്പോഴും ഈ വെള്ളം തട്ടുകയാണ്. ഒരിക്കൽ ഞാൻ അയാളുടെ അടുത്ത് ചെന്നു, അയാൾ പറഞ്ഞു, നോക്കൂ ഇതൊരു പ്രശ്നമാണ്. അയാൾ എന്നോട് ചൂടായി, എന്ത് പ്രശ്നം, ഒന്നും എടുക്കണ്ടേ മനുഷ്യന് എന്നാ ചോദിച്ചു. ഞാൻ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഇനി ഒന്നും എടുത്തില്ലേ, കിട്ടണ്ടേ, അയാൾക്ക് നല്ല വെള്ളം കിട്ടില്ല. അയാൾ വെള്ളം ഇങ്ങനെ തട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടിത്ത വെള്ളം നല്ലത് അത് എടുത്തോണ്ടിരിക്കുകയാണ്. തട്ടി ഇയാൾക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇയാൾക്കൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് കുറേ നേരം എപ്പോഴാണ് ഉതിർക്ക്, ഞാൻ മിക്കവാറും പുള്ളിയെ കാണും. ഓട്ടോറിക്ഷ ഡ്രൈവർ ആയതുകൊണ്ട് എപ്പോഴും ആ പള്ളിയിൽ പുള്ളി ഉണ്ടാവില്ല. അയാൾ ഓട്ടം പോകുന്ന സമയത്ത് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഇയാൾക്ക് ഈ OCD ആണ് ഈ സാധനം. ഇതിങ്ങനെ ഈ വെള്ളം തട്ടി അതിൻ്റെ അടിയിൽ അവിടെ ടാപ്പൊക്കെ ഉണ്ട്, ടാപ്പ് ഒന്ന് ഉതിർത്താൽ മതി. അയാൾ പക്ഷേ ഈ ഔതൊന്നേ ഒതുക്കുള്ളൂ. എന്നിട്ട് ഒരു ദിവസം ഒതെടുത്ത് വെള്ളം കിട്ടി, ഒതെടുത്ത് എന്നിട്ട് പിന്നെ എന്താ കൈ 3 പ്രാവശ്യം കഴുകണം. അപ്പം നനഞ്ഞണോന്നൊരു സംശയം. അപ്പോൾ ഇയാളെന്താ ചെയ്യാൻ തരാം, ഹൗദിലേക്ക് മുക്കും. എന്നാൽ ഇത്രയും മുക്കും, എന്നിട്ട് മുക്കി പിടിക്കും, കൈ നനഞ്ഞെന്ന് ഉറപ്പുവരുത്തി എടുക്കും. 1 2 നോക്കും, 3 വലത്തെ കൈ രക്ഷപ്പെട്ടു, ഇനി അടുത്ത കൈ ബാക്കിയുണ്ട്. എത്ര ബുദ്ധിമുട്ടായി. ഇതെന്താ സംഭവിക്കാന്നറിയോ നിങ്ങൾ, ഇയാൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ നിസ്കാരം ഒഴിവാക്കും. കാരണം ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും ഒക്കെ നിസ്കാരത്തിന് എടുക്കും. നിസ്കാരം പോകും, വലിയ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് ഇത് പ്രശ്നമായി മാറുക. ഈ സ്ത്രീകൾക്കൊക്കെ അങ്ങനെയാണ് കണ്ടോ. ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലും പ്രശ്നമായി കൗൺസിലിങ്ങൾക്ക് വരെ അങ്ങനെയാണ്. കാരണം എന്താ, ഈ സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമാണ് സാറേ, ഇവള് തീരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കൗൺസിലിങ്ങിന് വരിക. സംസാരിച്ച് നോക്കുമ്പോൾ വൈഫിന് വസ്വാസമാണ്. കാരണം എന്താ, സെക്ഷൽ റിലേഷൻഷിപ്പ് തന്നാൽ പിറ്റേന്ന് കുളിക്കണം. ഈ പെണ്ണ് സുബൈൻ്റെ മുമ്പ് എണീച്ച് കുളിക്കാൻ തുടങ്ങിയാൽ ലോഹറിനെ തീരും. അപ്പോൾ ഈ പെണ്ണ് ഇതിന് സമ്മതിക്കൂല, അപ്പോൾ ഈ ഹസ്ബൻഡിന് പ്രശ്നമാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ OCDക്ക് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ തന്നെ ഈ OCD കാണും. ഇനി ഇതിനെന്തിനാ ട്രീറ്റ്മെൻറ്റ് എന്താ, എന്നിട്ട് എന്താ പറയാറിയോ, ഇസ്ലാമിക് ആയിട്ടുള്ള ആരെങ്കിലും കാണണം. ഇപ്പോൾ ഈ സെലഫികളല്ലാത്ത ആളുകൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കയ്യിൽ 5 ചരട്, അരയിലൊരു ഉറുക്ക്, അല്ലേ, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കണ്ട് എന്തെങ്കിലും സാധനം കൊടുക്കലൊക്കെ ആയിട്ട് അവരങ്ങനെ അങ്ങ് പോകും. നമ്മളെ തേടി നടക്കുന്നത് ഇസ്ലാമിക് ആയിട്ടുള്ള ആരെയും കാണണം. എൻ്റെ ഒതു പ്രശ്നമുണ്ട്, ഒതു അല്ല പ്രശ്നം, OCD ആണ്. അതിന് വേണ്ടത് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ SSRI എന്നാണ് ആ ടൈപ്പ് ഓഫ് മെഡിസിന് പറയുക, സെലക്റ്റീവ് സിറോട്ടോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റർ എന്ന ടൈപ്പ് ഓഫ് മെഡിസിൻ ഉപയോഗിച്ച്. അതായത് സൈക്യാട്രിയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ പരീക്ഷണങ്ങളും മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ രോഗത്തിനും അവർ കൃത്യമായ മെഡിസിൻ ഉണ്ട്. ക്ലിയർ. ഈ മെഡിസിൻ ഉള്ളതുപോലെ തന്നെ സൈക്യാട്രി, പണ്ടൊക്കെ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മരുന്ന് കൊടുത്ത് സെഡേറ്റ് ചെയ്ത് ഉറക്കാണ്.
ഒരാൾക്ക് സൈക്കാട്രി ഉറക്കുണ്ട്. ഇപ്പോൾ ഉറക്കമൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാറ്റിനും മെഡിസിൻ ഉണ്ട്. ഇപ്പോൾ OCD എന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ അതിന് കൃത്യമായിട്ട് OCD മാറാനുള്ള മെഡിസിൻസ് തരും. ആ മെഡിസിൻ്റെ കൂടെ ഒരു കൗൺസിലിംഗും കൂടി ഉണ്ടെങ്കിൽ OCD പോലത്തെ രോഗങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം OCDകൾ വരുമ്പോൾ നിങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് മാറുന്ന അസുഖമാണ്. ഇനി എന്തുകൊണ്ട് OCD? അതിൻ്റെ ആൻസർ ഹെറിഡിറ്ററിയാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. ഏതെങ്കിലും കുടുംബത്തിൽ OCD ഉണ്ടെങ്കിൽ അത് കുട്ടികളിലും വരും. അത് വരുന്നത് കാണുമ്പോൾ ഞാൻ ഒരു ചെറിയ കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ തലശ്ശേരി ഭാഗത്തൊരു പ്രോഗ്രാമിന് പോയി. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ എന്നെ പിന്തുടർന്ന് ഒരു മനുഷ്യൻ വന്നു. ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അയാൾ എന്നെ ആ പള്ളീൻ്റെ പുറത്തുനിന്ന് പിടിച്ചിട്ട് പറഞ്ഞു, സാർ എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കൊരു 5 മിനിറ്റ് തരണം. അയാളെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാഡാണ്. അയാളെ ചോദ്യം കേട്ടാൽ തന്നെ നമ്മളെ എത്ര തിരക്കുണ്ടെങ്കിലും സമയം കൊടുക്കും. അപ്പോൾ ഞാൻ അയാളെ കയ്യും പിടിച്ചിട്ട് ഒരു മൂലക്കിലേക്ക് മാറി നിന്നപ്പോൾ അയാളെ ശരിക്കും കണ്ണിൽ വെള്ളം നിറച്ചിട്ട് അയാൾ പറഞ്ഞു, സാർ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് സാറിൻ്റെ ഒരു അഡ്വൈസ് വേണം. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, സാർ എൻ്റെ വൈഫ് 8:30 മണിയാകുമ്പോൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറും. 8:30 മണിക്ക് 2 മണിക്കൊക്കെയാണ് അവൾ പുറത്തിറങ്ങുക. കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ മോട്ടോറിൻ്റെ സ്വിച്ച് ഇട്ടിട്ടുണ്ടാവും. വെള്ളം തീർന്നിട്ടുണ്ടാവും. ഒരു ആനയെ കുളിപ്പിക്കാൻ എത്ര വെള്ളം വേണം? വെള്ളം അങ്ങനെ തീരെയാണ്. അപ്പോൾ ഈ പെണ്ണ് ഇറങ്ങുമ്പോൾ അവളുടെ കാലിൻ്റെ ഇടയിലുള്ള ഈ ഭാഗത്തൊക്കെ വൈറ്റ് കളറായി ഉണ്ടാവും. വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഇതെല്ലാം കൂടി അലിഞ്ഞു പോയിണ്ടാവും. എന്നിട്ട് ഈ പെണ്ണിനൊരു സ്മെല്ല, എപ്പോഴും നനഞ്ഞിട്ട് ഈ പെണ്ണിനൊരു സ്മെല്ലാണ്. അപ്പോൾ ഇയാളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അയാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ, ഈ പെണ്ണാണെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. ഇവൾക്ക് OCD ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവൾ ഭർത്താവിനോട് പറയും, നിങ്ങൾക്ക് വൃത്തിയില്ല, നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് കുളിച്ച് വരും, അങ്ങനെ കുളിക്കരുത് എന്നാ പറയാം. അപ്പോൾ ഈ പെണ്ണ് ട്രീറ്റ്മെൻറ്റ് തയ്യാറല്ല. ഇയാൾ പിന്നെ കാണാൻ വന്നത് എന്തിനറിയോ? ഇയാൾക്ക് ട്വിങ്സാണ്, മക്കൾ ട്വിങ്സാണ്. 2 കുട്ടികളേ ഉള്ളൂ. ഒറ്റ പ്രസവം അവൾ പ്രസവിച്ചിട്ടുള്ളൂ. അതിനെ പ്രസവിപ്പിക്കാൻ ഇയാളും പ്രസവിക്കാൻ അവളും പെട്ട പാടുകൊണ്ട് പിന്നെ അയാളിന് മെനക്കെട്ടിട്ടില്ല. ഈ പെണ്ണിന് ഈ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു പ്രസവം പ്രസവിച്ചു, അതിൽ ഡബിളാണ്, ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു 2 കുട്ടികളെ കിട്ടിയല്ലോ. ഈ 2 പെൺകുട്ടികളാണ്. ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? ആ വീട്ടിൽ ആകെ ഉള്ളത് 3 ബാത്റൂമാണ്. നേരം വെളുത്താൽ 3 ബാത്റൂമിലും 2 പെൺകുട്ടികളും ഭാര്യയും കയറി വാതിലടയ്ക്കും. ഇയാൾ പുറത്ത് ഇങ്ങനെ നിൽക്കുക, വിളി ഇങ്ങനെ കേൾക്കും, മോട്ടോർ സ്വിച്ചിടുക. അപ്പോൾ ഇയാൾ കണ്ണിൽ വെള്ളം നിറച്ച് പറയണം എന്നോട്, സാറേ ഞാൻ വൈഫിൻ്റെ പ്രശ്നം അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ എൻ്റെ മക്കൾ ഇതിലേക്ക് വന്നു, ഞാൻ എന്ത് ചെയ്യും? ഒറ്റ കാര്യമുള്ളൂ, ട്രീറ്റ്മെൻറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടൊന്നും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു സാധനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും, ഞാൻ 2 കാര്യം കുട്ടികൾക്ക് വരുന്നത് പറഞ്ഞു. ഒന്ന് പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെ PD എന്ന് പറയും. ഒരുപാട് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. 2 OCD പോലത്തെ സാധനം. ഇതൊക്കെ കുട്ടികളിൽ നിങ്ങൾ കണ്ടാൽ ഏർലി ടൈമിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഗേൾസിന് ഇത് കാണുക ബിറ്റ്വീൻ 10 to 15 ആണ്. മെൻസസ് തുടങ്ങാൻ സമയമാകുന്ന സമയം മുതൽ ഇതിങ്ങനെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും കുട്ടി. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം. അതൊന്നും നമ്മുടെ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല. ശരി, അപ്പോൾ ഗേൾസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ലേഡീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ആ, ചോദിച്ചോളൂ. പ്രായം 9 നമസ്കരിക്കാൻ വേണ്ടി എല്ലാ സമയത്തും പറയാറ്. ഇപ്പം നമസ്കരിക്കും, ഇവൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് കേസുകളാണ്. അത് എന്താണ് ആ കുട്ടിയുടെ ഫീലിംഗ് എന്ന് നോക്കണം. റിപ്പീറ്റ് ചെയ്യുക എന്നത് OCDയുടെ ലക്ഷണങ്ങളിലൊന്നും. ഞാൻ പറഞ്ഞ ഒബ്സഷൻ ഉണ്ടാവുക കുട്ടിക്ക്, കമ്പൽഷൻ കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് കേസുകളാണ്. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഏരിയ ഞാൻ പറയാനുണ്ടോ? എന്താ കുപ്പിന്ന് വന്ന ഭൂത? എന്ത് ചോദിച്ചാലും കിട്ടുന്നത് ജിം ബൂം ഭാ മനസ്സിൻ്റെ. ശരി, ഓക്കെ, ഞാൻ ഇനി അതിലേക്ക് വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കും. ഇനി ഉണ്ടോ? ഇനി ആ ഭാഗത്തേക്ക് പോകണ്ട, ഞാൻ അങ്ങോട്ട് പോകണ്ട. 3 മക്കളെയും ഒരുപോലെ നമ്മൾ വളർത്തുന്നു. ബട്ട് മൂത്തയാളുടെ കംപ്ലൈൻറ്റ് ഇളയാളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതാണ്. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് എത്തുന്നത് ഇതിലാണ്. ഇതൊരു ഒരു പ്രശ്നമാണ്. നോക്കൂ, ഞാൻ നേരത്തെ സ്നേഹം എന്ന് എഴുതി അല്ലേ? സ്നേഹം എന്ന് എഴുതി. സ്നേഹം, റൈറ്റ്. കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ?
എന്ത് ചോദ്യമല്ലേ, എന്ത് ചോദ്യ? കുട്ടികളെ സ്നേഹിക്കുക, നമ്മൾ ആരും സ്നേഹിക്കുക? നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയണം. എക്സ്പ്രസ് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ കുട്ടി അറിയണം, എൻ്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ മൂത്ത കുട്ടിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഈ ഇപ്പം എഴുതി തന്ന മൂത്ത കുട്ടിയെ ഉപ്പയുമ്മയും സ്നേഹിക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്നേഹം കിട്ടിയ കുട്ടി മൂത്ത കുട്ടിയായിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം ആദ്യമായിട്ട് കിട്ടിയ മുതലാത് അതിനങ്ങ് സ്നേഹിച്ച് കൊന്ന് എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു 3 തരം കുട്ടികളുണ്ടാവും. മൂത്ത കുട്ടി, ഇളയ കുട്ടി, നടുവിലെ കുട്ടി അല്ലേ. ഞാൻ നടുവിലെ കുട്ടിയാണ്. റെഡി? എനിക്കെന്താ സംഭവിക്കുക? നടുവിലെ കുട്ടിക്ക് എന്താ സംഭവിക്കുക? മൂത്ത കുട്ടിക്ക് എല്ലാം പുതിയത് വാങ്ങിക്കൊടുക്കും അല്ലേ. എൻ്റെ ഉമ്മ സൈക്കിൾ വാങ്ങിക്കൊടുക്കുക എൻ്റെ കാക്കക്ക. എനിക്ക് കാക്കുണ്ട്, ബ്രദറുണ്ട്, എൽഡർ ബ്രദറുണ്ട്. കാക്കക്ക് വാങ്ങിക്കൊടുക്കും സൈക്കിള്. എന്നിട്ട് ഉമ്മ എന്താ പറയാന്നറിയോ? സൈക്കിൾ ചെറുതായി, ഇനി എനിക്ക്. സൈക്കിൾ ചെറുതായതല്ല, എൻ്റെ കാക്ക വലുതായതാണ്. സൈക്കിൾ ചെറുതാവില്ലല്ലോ. അപ്പം എൻ്റെ ഉമ്മൻ്റെ ഭാഷ എന്താ പറയുക? സൈക്കിൾ ചെറുതായി, ഇനി അത് അവന് കൊടുക്കുക. അപ്പം ഞാൻ ഏത് സൈക്കിളാണ് ചവിട്ടുക? പെഡലൊക്കെ പോയാൽ എൻ്റെ കാക്ക ചവിട്ടി നാശാക്കിയ സൈക്കിൾ ഞാൻ ചവിട്ടും. കാക്കക്കോ പുതിയത് വാങ്ങും അല്ലേ. അപ്പം എനിക്ക് പഴയത്. അങ്ങനെ കാക്ക പുതിയ സൈക്കിൾ ചവിട്ടി നോക്കി പിന്നെ സൈക്കിൾ ചെറുതാവും. അപ്പം ഞാൻ അടുത്തായിരിക്കാം. എൻ്റെ ഉമ്മാക്ക് 4 മക്കളാണ്. 4 മക്കളാണ്. മൂത്തത് കാക്ക, രണ്ടാമത്തത് ഞാൻ, പിന്നെ മൂന്നാമത്തത് എനിക്കൊരു അനിയനുണ്ട്, 4മത്തത് എനിക്കൊരു പെങ്ങളുണ്ട്. ഏറ്റവും ചെറുത് പെങ്ങളാണ്. ശരി, കാക്ക ഉണ്ടായി. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാ കാക്കക്ക് വാങ്ങും. കാക്കൻ്റെ ട്രൗസർ കീറിയാൽ അത് മൂട് തുന്നി എനിക്കട്ടിര്. അന്ന് അങ്ങനെയാണല്ലോ അല്ലേ. ഈ കുട്ടികൾക്ക് അപ്പിടാൻ വേണ്ടി ഒരു പോട്ടി വാങ്ങും. നിങ്ങൾക്കറിയാലോ സാധനം, പോട്ടി പറഞ്ഞ സാധനം. എൻ്റെ കാക്കക്ക് അപ്പിടാൻ ഒരു പോട്ടി വാങ്ങി. കാക്ക അതിൽ അപ്പിട്ട് കഴിഞ്ഞതിന് ചുമ്മാ പോട്ടി കഴുകി വൃത്തിയാക്കി പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി റാക്കിൻ്റെ മുകളിൽ വെച്ചു. എന്തിന്? ഞാൻ അപ്പിട്ടത് പോലും സെക്കൻഡ് ഹാൻഡ് പൊട്ടിയില്ല. നിങ്ങളങ്ങനെ തന്നെയല്ലേ? സാറില്ല സാർ, നമ്മൾക്ക് തുല്യ തുക്കി തരാം. മക്കളെ കാര്യമില്ലേ? ശരി. ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ ആലോചിക്കുന്നു അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ അപ്പിട്ട് കഴിഞ്ഞേരെ ആ പോട്ടി ഉമ്മ വീണ്ടും കഴുകി തുറച്ച് വൃത്തിയാക്കി റാക്കിൻ്റെ മുകളിൽ കയറ്റി. ആർക്ക് വേണ്ടിയാ? എൻ്റെ അനിയനും നടുവിലുള്ള ആളോ, 4 മക്കളുള്ള ഉമ്മക്കും ഉപ്പക്കും. അങ്ങനെ 3 ആൺകുട്ടികൾക്ക് ശേഷം എൻ്റെ ഉമ്മാക്കും ഉപ്പക്കും ആറ്റ് നോറ്റി ഒരു പെൺകുട്ടി പറന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അനിയൻ അപ്പിട്ട പോട്ടി അപ്പോൾ റാക്കിൻ്റെ മുകളിലുണ്ട്. പക്ഷെ ഇത് മോളാണല്ലോ, പെൺകുട്ടിയാണല്ലോ. പിന്നെ അവസാനത്തെ കുട്ടിയാണെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ. എൻ്റെ മോക്ക് നിങ്ങൾക്ക് അറിയോ? എൻ്റെ അനിയത്തേക്ക് മൊയൽ പോലത്തെ ഒരു പൊട്ടി, 2 ഭാഗത്തും പിടിക്കാനുള്ള പിടിയൊക്കെ ഉണ്ട്. ഞാനൊന്നും പിടുത്തമിട്ടാണ് അപ്പിട്ടത്, പിടിക്കാൻ പോലും സ്ഥലമില്ല. അനിയത്തിക്കോ? എന്നിട്ട് അവൾ അതിൻ്റെ മുകളിൽ കളിച്ചൊക്കെ അപ്പിട്ട് അവൾക്ക് പുതിയത്, എല്ലാം പുതിയത്. അപ്പൊ ചെറുതിന് പുതിയത് കിട്ടി, വലുതിന് പുതിയത് കിട്ടി, നടുവിലുള്ളതിനൊക്കെ എങ്ങനെ? ഇതാ പ്രശ്നം. പക്ഷെ സൈക്കോളജിയിൽ ബർത്ത് ഓർഡർ തിയറിയിൽ പറഞ്ഞൊരു സാധനമുണ്ട്. ഏറ്റവും നല്ല പേഴ്സണാലിറ്റികൾ നടുവിലുള്ള കുട്ടികളായിരിക്കും. ഈ മൂത്ത കുട്ടികൾക്ക് ഒരു മാനേജർ സ്വഭാവമായിരിക്കും. കാരണം അവർക്ക് അനുസരിപ്പിച്ചേ പരിചയം ഉണ്ടാവുള്ളൂ, അനുസരിക്കാൻ ആരുമില്ലല്ലോ അല്ലേ. ഉമ്മ പറയും മോനെ ആ സാധനം കണ്ട് എടുക്കുന്നു, ഉടനെ ആ ചെറുക്കൻ അവിടെ പോയി നടി അതിനെടുത്താ കാക്കല്ലേ അല്ലേ. ചെറിയ കുട്ടികളുടെ കുഴപ്പം എന്താ? അനുസരിച്ച് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ, അനുസരിപ്പിക്കാൻ ആരും ഇല്ലല്ലോ. എടുക്കടാന്ന് പറയാൻ പറ്റില്ലല്ലോ, ചെറുതല്ലേ. ബാക്കി എല്ലാവരും പറഞ്ഞത് കേട്ട് അതിനനുസരിച്ച് മാത്രമേ പരിചയം. നടുത്ത കുട്ടികൾക്കുള്ള ഗുണം എന്താ? അനുസരിച്ചു പരിചയമുണ്ട്, അനുസരിപ്പിച്ചു പരിചയമുണ്ട് കേട്ടോ. നടുവിലത്തെ കുട്ടികളുടെ പേഴ്സണാലിറ്റി നല്ല പേഴ്സണാലിറ്റി ആയിട്ട് വളരും എന്നാണ് ഈ മിക്കവാറും നിങ്ങളൊക്കെ കാക്കാരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. കാക്കാരെ കുറിച്ച് അല്ലേ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അപ്പോൾ പ്രശ്നമാണ്. കാക്കനോട് വേണ്ടി കാര്യമില്ല, അതിൻ്റെ താഴെ എന്നോട് പറഞ്ഞ പ്രശ്നമില്ല. നടുവിലുള്ള കാക്ക പൊട്ടിത്തെറിക്കും. അവിടെ ചെറുത് കല്യാണമൊക്കെ കഴിച്ചാൽ ഭയങ്കര രസമാണ്. നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ ഒരു ആദ്യം ബർത്ത് ഓർഡറാണ് നോക്കുക അല്ലേ. ഒരു കുടുംബത്തിലെ മൂത്ത ചെറുക്കൻ വേറൊരു കുടുംബത്തിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയോ? നിങ്ങൾ മൂത്ത മകനാണ്, നിങ്ങളുടെ ഭാര്യ വേറെ കുടുംബത്തിലെ ഇളയ പെൺകുട്ടിയാണ്, എന്ത് സംഭവിക്കുക? നിങ്ങളിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും, അവളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. ഇനി വേറൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു കുടുംബത്തിലെ ചെറിയ ആൺകുട്ടി വേറൊരു കുടുംബത്തിലെ ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, എന്താ സംഭവിക്കുക? ഓരോ ബെഡ്റൂമിനകത്ത് ഒരു ഓഫീസ് തുറക്കേണ്ടി വരും, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ. രണ്ടാളും പറയും എന്തെയ്യാ എന്നാൽ കക്കനോട് ചോദിക്കാം, ഞാൻ താത്തോട് ചോദിക്കാം, എന്നെ പരിപാടി ഉണ്ടല്ലേ. ഇനി 2 മൂത്തത് കല്യാണം കഴിച്ചാലോ? ഒരു കുടുംബത്തിലെ മൂത്ത ചെറുക്കൻ വേറൊരു കുടുംബത്തിലെ മൂത്ത പെണ്ണിനെ പോയി കല്യാണം കഴിച്ച് മുട്ടി നിൽക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞാണോ നീ പറഞ്ഞാണോ ആഴ്ച തീർത്ത തീരൂല ഉണ്ടല്ലേ. ഈ ബർത്ത് ഓർഡർ എല്ലായിടത്തും പ്രശ്നമായിട്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ ഈ കുട്ടികളുടെ വളർച്ചയിൽ അവരുടെ ബർത്ത് ഓർഡറിനും ഒരു
ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പം ഈ എഴുതി തന്ന സാധനത്തിലും അതാ ഉള്ളത്. ഈ ഉമ്മ ഉപ്പ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സ്നേഹം നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, എന്തും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക, എന്ത് കുട്ടി പറഞ്ഞാലും സാധനം വാങ്ങിക്കൊടുത്ത് കുട്ടിയെ സ്നേഹിക്കുക. പക്ഷെ കുട്ടിക്ക് മനസ്സിലാവണ്ടേ എൻ്റെ ഉപ്പാക്ക് സ്നേഹമുണ്ട്, എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് കുട്ടി എപ്പോഴും മനസ്സിലാക്കുക. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളുടെ പെരുമാറ്റം, സംസാരം, സ്വഭാവം. പെരുമാറ്റത്തിൽ സ്നേഹം പ്രകടിപ്പിക്കണം, സ്വഭാവത്തിൽ സ്നേഹം പ്രകടിപ്പിക്കണം, സംസാരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കണം. കണ്ടോ, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്? ഐ ലവ് യു. കുട്ടി വീട്ടിൽ വന്ന് പറയാണ്, ഉമ്മ എൻ്റെ സ്കൂളിൽ ഒരു കുട്ടീനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണോ പറഞ്ഞതെന്ന്, അല്ലേ? ഇത് പ്രേമിക്കുന്ന ചെറുക്കൻ പ്രേമിക്കുന്ന പെണ്ണിനോട് പറയുന്ന വാക്കാണ് ശരിക്കെന്ത്? ഐ ലവ് യു. ശരിക്കും ഐ ലവ് യു പറയേണ്ടത് ആരാ? ഞാൻ പറഞ്ഞ യൂറോപ്യൻസിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലേ? അതെന്തായിരിക്കും? അവരെ കരുത്ത് പഠിക്കുന്ന പാടുന്ന അവരിങ്ങനെയാണ്, വിഷ് ചെയ്യും, അല്ലേ? താങ്ക് യു പറയും, അങ്ങനല്ലേ? അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർക്കുണ്ട്. നമ്മളോ? നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, സംസാരത്തിൽ എത്ര പേര് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് എത്ര പേര് പറയാറുണ്ട്? ഞാൻ നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറഞ്ഞു. മകളെ റസൂൽ വിളിച്ചത് മോളെ എന്നല്ല, കരളിൻ്റെ കഷ്ണം എന്നാ സൂചിപ്പിച്ച്. അതിനപ്പുറത്ത് ഒരു വാക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നോക്കൂ, പ്രകടിപ്പിക്കുകയാണ് സ്നേഹം. ഇത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാണ്. എനിക്ക് ഇഷ്ടമാണോ തന്നെ എന്ന് എത്ര പേര് മക്കളോട് പറയാറുണ്ട്? ഒരുമയും പറയാറില്ല, അല്ലേ? നോക്കൂ, എന്നും രാവിലെ ഭക്ഷണം പാത്രത്തിലാക്കി ഉച്ചക്ക് ലഞ്ചിന് വേണ്ടി കഴിക്കാൻ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉമ്മ, എന്നും രാവിലെ എണീറ്റ് ഉമ്മ ഭക്ഷണം ഈ പാത്രത്തിലാക്കി കുട്ടിക്ക് ബാഗിൽ വെച്ച് കൊടുക്കും. കുട്ടി ചെറിയ കുട്ടി, 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ. ഒരു ദിവസം ഉമ്മ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. ചോറ് വെന്തില്ല, കറി ശരിയായില്ല. ഉമ്മക്ക് മനസ്സിലായി കുട്ടി സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് ചോറാവില്ല. ഈ കുട്ടി എന്ത് ചെയ്യും? ഉമ്മ ചെയ്ത പണി, രാവിലത്തെ ചപ്പാത്തി, ഉമ്മ ചപ്പാത്തി കഴിക്കാതെ 3 ചപ്പാത്തി എടുത്ത് മടക്കി ഈ ടിഫിൻ ബോക്സിൽ വെച്ചു. ഈ ചപ്പാത്തിക്ക് കൂട്ടാൻ കറിയില്ല, രാവിലത്തെ കറിയൊക്കെ തീർന്നു പോയി. അപ്പോൾ ഉമ്മ ഇത്തിരി ഉള്ളി എടുത്തിട്ട്, സവാള എടുത്തിട്ട് വഴറ്റി അതും അതിൽ വെച്ചു. ഉച്ചക്ക് വിശന്ന കുട്ടി ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ കാണാൻ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉച്ചയായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഞങ്ങളോട് പറയണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, പക്ഷെ ഉമ്മക്ക് വേറെ നിവൃത്തിയില്ല, കുട്ടി പട്ടിണി എടുക്കേണ്ടി വരും. അപ്പോൾ ഉമ്മ ഈ ചപ്പാത്തി വെച്ചു, ഉള്ളി വെച്ചു. അപ്പോഴാണ് ഉമ്മ ചിന്തിച്ചത്, പടച്ചോനെ, ഇത് സ്കൂളിൽ പോയിട്ട് തുറന്നാൽ എൻ്റെ മോള് പ്രശ്നം ഉണ്ടാക്കും, അവൾ കഴിക്കാതിരിക്കും, പട്ടിണിയാവും, അവൾക്ക് ദേഷ്യം വരും. ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? ചപ്പാത്തി വെച്ചു, ഉള്ളിയൊക്കെ ഒരു സൈഡിൽ വെച്ച് ചെറിയൊരു കടലാസിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു. അതിലെഴുതി വെച്ചു, പൊന്നു മോളെ, ഉമ്മ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി, ഇതേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഉമ്മാൻ്റെ സ്നേഹം ചേർത്ത് മോളിത് കഴിക്കണം. ഇതാണ് കത്ത്. ചെറിയൊരു പേപ്പറുണ്ട്, ഉണ്ടോ? ഉമ്മാൻ്റെ സ്നേഹം ചേർത്ത് നീ ഇത് കഴിക്കണം. കഴിഞ്ഞു. കുട്ടി ഉച്ചക്ക് വിശന്ന് വന്ന് എല്ലാവരും ടിഫിൻ ബോക്സ് തുറന്നു. കുട്ടി ടിഫിൻ ബോക്സ് തുറന്നു കാണുന്നത് ഉണക്ക ചപ്പാത്തി. സ്വാഭാവികമായിട്ട് കുട്ടിക്ക് ദേഷ്യം വന്നു. എന്താ ഉമ്മ ചെയ്തത്? ചപ്പാത്തിയിലുണ്ട് ഒരു ലവ് ലെറ്റർ. ലവ് ലെറ്റർ തരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ തന്നെ വേറെ അല്ലേ? ഒരു ലവ് ലെറ്റർ. ഉമ്മാൻ്റെ എടുത്ത് നോക്കിയപ്പോൾ കുട്ടീൻ്റെ കണ്ണ് നിറഞ്ഞു, സങ്കടം വന്നു. കുട്ടി അത് മുഴുവൻ തിന്നു കഴിഞ്ഞ് പാത്രം തിരിച്ചുകൊണ്ട് ചുമ്മാ വൈകുന്നേരം വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുക, പ്രശ്നമാവോ? ഭക്ഷണം കിട്ടാത്ത പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായില്ല. കുട്ടി വളരെ ഹാപ്പിയാണ്. കുട്ടി ടിഫിൻ ബോക്സ് അവിടെ വെച്ചു. ഇത് കഴുകാൻ വേണ്ടി ഉമ്മ തുറന്നു നോക്കിയപ്പം ലവ് ലെറ്റർ കിട്ടിയാൽ എന്താ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്? നിങ്ങൾ ആള് കുഴപ്പമില്ലല്ലോ. ലവ് ലെറ്റർ കിട്ടിയവന് മറുപടി കൊടുക്കണമല്ലോ, അല്ലേ? ആ പാത്രത്തിലുണ്ട് അതേപോലത്തെ ഒരു കത്ത് കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ്: ഉമ്മ, ഇത്രയും കാലത്തിന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ളൊരു ഭക്ഷണം കഴിച്ചത്. കാരണം അതിൽ ഉമ്മാൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു. ഉണ്ടോ നിങ്ങൾ? ഇതാണ് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞത്. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് പറയും, ചപ്പാത്തി വെച്ചിന് മരയൊക്കെ തിന്നുള്ള എൻ്റെ സ്വഭാവം എനിക്കറിയില്ല. കുട്ടി പേടിച്ച് ആകെ പ്രശ്നമായി, അല്ലേ? ആ ചപ്പാത്തി വായിലിടുമ്പോൾ കുട്ടീൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. പടച്ചോൻ എൻ്റെ ഒരു ഉമ്മ. എന്തൊരു സ്ട്രാറ്റജിയാണ് നോക്കും നിങ്ങൾ, എത്ര മനോഹരമായി ഡീൽ ചെയ്യാൻ നോക്കും. അപ്പം ഇത്ര പണിയുള്ളൂ. അപ്പം ഈ സ്നേഹം കുട്ടി സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ കുട്ടി ഇപ്പം ഈ ഉമ്മ എഴുതി തന്ന പ്രശ്നം ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ്. മൂത്ത കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് മോള് മതി, ചെറുത് മതി എന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. കാരണം എന്താ അറിയോ? മൂത്ത കുട്ടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്മാൻ്റെ പാൽ കുടിച്ചത് ഓർമ്മയുള്ളവരൊന്ന് കൈപോക്കി. ഉമ്മാൻ്റെ മുലപ്പാൽ കുടിച്ചത് ഓർമ്മയുള്ള ആൾക്കാരൊന്ന് കൈപോക്കി. ഓർമ്മയില്ലേ? നിങ്ങൾ ശരിക്കും കുടിച്ചണോ? ആര് പറഞ്ഞു? ഫോട്ടോ ഉണ്ടോ?
3 വയസ്സൊക്കെ കുടിച്ചിട്ടുണ്ട്. തെളിവുണ്ടോ നിങ്ങൾക്ക്? ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. ഓ, ചെറിയ ഓർമ്മ ഉണ്ട്, ചെറിയ ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടോ? മധുരാണോ കയ്പാണോ പുളിയാണോ? ഒന്നുമില്ലേ? ന്യൂട്രലാണ്. നിങ്ങൾക്ക് പാലിൻ്റെ തിന്ന് നോക്കണം. ഉമ്മ പറ്റിച്ചോ എന്നൊക്കെ ഒരു സംശയമുണ്ട് കേട്ടോ. പച്ചവെള്ളം തിന്നിട്ട് പറ്റിച്ച് എന്നെ എന്തോ ഒരു പറ്റിക്കൽ നടന്നിട്ടുണ്ട്. ഉമ്മനോട് ഒന്നുകൂടി നിങ്ങൾ ചോദ്യം ചെയ്യണം. പച്ചവെള്ളം തിന്നിട്ട് പാലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങളുടെ ഉമ്മ നിങ്ങളെ കൊഞ്ചിച്ചത്, ഉമ്മ വെച്ചത്, നിങ്ങളുടെ കൂടെ നടന്നത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മൂത്ത കുട്ടി എന്താ കാണുക? ഇതങ്ങ് വലുതായി. ഇത് വലുതാകുമ്പോൾ ഉമ്മാൻ്റെ സ്റ്റൈൽ മാറി. മൂത്ത കുട്ടിയോട് ഉമ്മ വേറെ സ്റ്റൈലിലാണ് അല്ലേ, ഭീഷണിപ്പെടുത്തലാണ്. ആ വീട്ടിൽ തന്നെ ചെറിയ കുട്ടി ഉണ്ടാവും. ആ കുട്ടി നമ്മൾ കൊഞ്ചിക്കുന്ന പ്രായമാണ്. ഇതിന് കൊഞ്ചിച്ച പോലെ നമ്മൾ അവനെ കൊഞ്ചിച്ചിട്ടുണ്ട്. പക്ഷെ അവനത് അറിയോ? അവനറിയോ? ഇല്ല. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. 8th പഠിക്കുന്ന കുട്ടിയെ, പെൺകുട്ടിയാ. റെഡി? ഈ പെൺകുട്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഈ ബാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇയാള് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ CBSE ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർത്തത്. കാരണം ഇയാൾക്ക് ഇംഗ്ലീഷ് പറയാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഇപ്പം മക്കളൊക്കെ ഇംഗ്ലീഷ് പറയണം. CBSE ചേർത്തു. മകള് LKG മുതൽ CBSEയിലാണ് പഠിച്ചത്. അവൾ വലിയ നിലയില്ല. 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയുന്നതൊന്നും വാപ്പാക്ക് മനസ്സിലാവുന്നില്ല. വാപ്പ പറയണതൊന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇയാൾ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, മോള് CBSE ആണ്, നല്ല ഇംഗ്ലീഷാണ് സാറേ അവള്. ഇയാൾ പറയാ. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അവൾ പറയണത് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നോക്കി, നിങ്ങൾ വലിയ പ്രൊഫസറൊക്കെ അല്ലേ, നിങ്ങൾ നോക്കി മനസ്സിലാവുണ്ടോ? കുട്ടി വരികയാണ്, നല്ല വെൽ ഡ്രസ്ഡ്, നല്ലൊരു മോള്. അവൾ വന്ന് എൻ്റെ അടുത്തിരിക്കുകയാണ്. ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പറ്റി എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ ആദ്യത്തെ ചോദ്യമാണ് ഹൂ ആർ യു? ഇത് ചോദിക്കുക നിങ്ങൾ ആരാ? ഞാൻ ആരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ആളല്ലേ, ശരി, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി യു നോ മൈ പാരൻസ് ആർ സിറ്റിംഗ് ഔട്ട് സൈഡ്. ഞാൻ പറഞ്ഞു യെസ്. എന്നിട്ട് ആ കുട്ടി എന്നോട് പറയാം പിന്നെ ഡു യു നോ ദാറ്റ് ദേ ആർ ലിവിങ് ഇൻ 20th century. ഒരു ജീവിക്കണത് 20ാം നൂറ്റാണ്ടിലാണ് സാറേ. എന്നിട്ട് ആ കുട്ടി ഇനിയും കൂടി ചേർത്തു വി ആർ ലിവിങ് ഇൻ 21st century. ദാറ്റ് ഞാനും ചേർന്നല്ലോ, ഞാൻ കുടുങ്ങില്ലേ? ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ആ 20ാം നൂറ്റാണ്ട്? യെസ് വി ആർ ലിവിങ് ഇൻ 21st century. യെസ്. എന്നിട്ട് അവളുടെ ചോദ്യം, അടുത്ത ചോദ്യമാണ്, പിന്നെ എന്നോട് ചോദിക്കുകയാണ് ഹൗ ക്യാൻ ഐ ലിവ് വിത്തൗട്ട് എ മൊബൈൽ ഫോൺ? നിങ്ങൾക്കും എനിക്കൊക്കെ എങ്ങനെ മൊബൈൽ ഫോണിൽ ജീവിക്കാൻ പറ്റുക? ഹൗ ക്യാൻ ഐ ലിവ് വിത്തൗട്ട് എ കണക്ടിവിറ്റി? കം ഓൺ ടെൽ മീ. ഞാൻ ആ കുട്ടിയോട് എന്താ പറയുക? അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അവൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. പാപ്പാക്ക് മാത്രമല്ല മനസ്സിലാവാത്തത് അല്ലേ? ഇതാ പാപ്പാക്ക് മനസ്സിലാവാത്തത്. ഇനി ആ കുട്ടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ വർത്താനം ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയോട് പറയും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഉപ്പാക്കും ഉമ്മക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ പൊട്ടി തേങ്ങണ്ടായി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടി ആകെ ഡിസ്റ്റർബ്ഡായി. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടീനോട് ചോദിച്ചു ആർ യു ഷുവർ? വാപ്പക്കും ഉമ്മക്കും നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചു ആർ യു ഷുവർ? ഞാൻ പറഞ്ഞു യെസ് ഡെഫിനറ്റ്ലി ഐ എം ഷുവർ. അപ്പോൾ ആ കുട്ടീനോട് പറയാം ക്യാൻ യു പ്രൂവ് ഇറ്റ്? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? കുടുങ്ങിയില്ലേ? ഇവിടെ സ്നേഹിച്ചതിന് എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ? വല്ല പഞ്ചായത്ത് നിന്ന് സർട്ടിഫിക്കറ്റോ വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റോ കിട്ടുമോ? കുടുങ്ങിയില്ലേ? പെട്ടില്ലേ? ഈ കുട്ടി ചോദിക്കുക നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നതിന് തെളിവ് തരൂ. ഇപ്പം ഈ ഉമ്മ എഴുതി തന്ന കത്തിൽ പറയാനുള്ളത് എന്നെ നിങ്ങൾ സ്നേഹിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എന്നെ മടിയിൽ വെച്ചിട്ടുണ്ട്, എന്നെ തലയിൽ കയറ്റിയിട്ടുണ്ട്. മൂത്ത മോനെയുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നുണ്ടാവുക. പിന്നെ വാപ്പയും തിരക്ക് കൂടി 25 to 30 ഇദ്ദേഹം ആദ്യത്തെ വാപ്പയായത്. അന്ന് അദ്ദേഹത്തിന് തിരക്കൊന്നുമില്ല. ഏതോ കമ്പനി ചെറിയ ജോലി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കുറേ സമയം ബാക്കിയുണ്ടാവും കുട്ടിയെ കളിപ്പിക്കാൻ. 3ാമത്തെ കുട്ടിയായപ്പോഴേക്ക് പുള്ളി തിരക്കായി. ഓഫീസിൽ അന്ന് ചെറിയ ജോലിയായ ആൾ സൂപ്രണ്ട് പിന്നെ മാനേജറായി. നമ്മൾ തിരക്ക് പിടിച്ചു. 3ാമത്തെ കുട്ടി നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവൻ ക്ലെയിം ചെയ്യണത് എന്താ? നമ്മളെ നോക്കിയില്ല എന്ന്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ സ്നേഹിച്ചു എന്ന് കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഇത് ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി ഈ കുട്ടിയോട് നമ്മുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ സ്നേഹം പ്രകടിപ്പിക്കലാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങളുടെ കുട്ടി അറിയണം. ഞാനിപ്പോൾ പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് വരുന്നത് കൊറോണയ്ക്ക് മുമ്പാണ്. ഈ 8ാം ക്ലാസ്സിലെ കുട്ടി. ഈ കുട്ടി വരുന്നത് ഒരു മഴക്കാലത്താണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല മഴയാണ്. അപ്പം ഞാൻ ഈ കുട്ടിയെ കണ്ട് വീട്ടിലേക്ക് എത്തി. എൻ്റെ വൈഫും ഞാനും ഉറങ്ങാൻ കിടന്നു. അന്ന് എൻ്റെ ചെറിയ മോന് പിന്നെ കൊറോണൻ്റെ മുമ്പാണ്. ചെറിയ മോന് 2 വയസ്സ് അങ്ങനെ കൊറോണയുടെ മുമ്പുള്ള സമയമാണ്. ആ സമയമാണ്. അപ്പം രാത്രി മഴ പെയ്ത് കാറ്റടിച്ച് ഇടി വെട്ടി കറണ്ട് പോയി. മഴക്കാലമാണ്, ഭയങ്കര ചൂട്. മോൻ എണീറ്റു തൊട്ടിലേക്ക്. കറണ്ട് കുറേ നേരത്തെ പോയി. ഇൻവേർട്ടറൊക്കെ തീർന്ന് ഈ ഫാൻ 5-ൽ കറങ്ങാത്ത കുട്ടി ഉറങ്ങൂലല്ലോ മഴക്കാലത്തും. അപ്പോൾ ഈ ഫാന് കറങ്ങാതെ നിന്നപ്പോൾ കുട്ടി ഉറക്കം നിർത്തി. ഇവൻ എഴുന്നേറ്റു. രാത്രി 1:30 മണിക്ക് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് എൻ്റെ മോനെടുത്ത് തോളിലിട്ട് തട്ടിയിട്ടൊന്നും ഉറങ്ങുന്നില്ല. കാരണം എന്താ? ഇവന് കാറ്റില്ല.
ചൂടെടുക്കുകയാണ്. അപ്പോൾ അവൾ ഒരു ചട്ട എടുത്ത് ഇങ്ങനെ വീശാൻ തുടങ്ങി. അവന് 1.5 മണിക്ക് കുറേ ഇങ്ങനെ വീശി പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഉറങ്ങും. അവളുടെ കൈ കഴിക്കുമ്പോൾ വീശൽ കുറയുമ്പോൾ അവൾ എഴുന്നേൽക്കും. ഫാൻ അഞ്ചിൽ കറങ്ങണമല്ലോ. അപ്പോൾ ഞാൻ അവൾ 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഞാനെടുത്തിട്ട് ഞാൻ നല്ല വീശപ്പോൾ 5 കറങ്ങി ഫാനെ. അപ്പോൾ അവൻ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ ഇരിക്കുക കണ്ണെന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു എടി ആ ഫോൺ എടുത്ത് വീഡിയോ എടുക്ക്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ പ്രാന്ത, രാത്രി 2 മണിക്ക് വീഡിയോ? ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മോൻ ചോദിക്കും നാളെ 8 പഠിക്കുമ്പോൾ, ക്യാൻ യു പ്രൂവ് ഇറ്റ്, കാണിച്ചു കൊടുക്കണം. ദാ ഉപ്പ വീശുന്നു. എന്താ കുട്ടിക്ക് വേണ്ടത് ഓഡിയോ വീഡിയോ തെളിവാണ്. നിങ്ങൾ ഇതുണ്ടാ സ്നേഹിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം കുട്ടിയോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കുട്ടിക്ക് നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ കണ്ടല്ലോ ഈ അബുദാബിയിൽ നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ മ്യൂസിയംസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹെറിറ്റേജ് മ്യൂസിയം, വേറെ മ്യൂസിയം. എന്തിനാ ഈ മ്യൂസിയം? ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാണുന്ന 1980 കടലിൽ പോയി മീൻ പിടിച്ച് അത് ഉണക്കി വിറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന അറബികളെ മക്കള് ഇന്ന് അമ്പരചുംബികരായ ബിൽഡിങ്ങും കണ്ട് വളരുകയാണ്. ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ഇതുപോലെ ഈ കുട്ടിയെ ഇരുത്തി ഇവനെ സ്നേഹിച്ച കഥകളും ഇവൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവന് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകും. എല്ലാത്തോളത്തോളം കാലം പിന്നെ ഈ മൂത്തയാൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഫസ്റ്റ് ചൈൽഡിനെ വളർത്തിയപ്പോൾ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ വീഴ്ചകളുടെ പാരൻ്റൽ ഗിൽറ്റിനുള്ള റെമഡി എന്താണ്? പിന്നെ ജനറലി മോസ്റ്റ്ലി എല്ലാ മദേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട് ഈ പാരൻ്റൽ ഗിൽറ്റ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് ഈ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഹാർമോണിക് ഇംബാലൻസിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗിൽറ്റ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. കുട്ടികളെ വളർത്തിയത് നമുക്കൊരു ഗിൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ കുട്ടിയെ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ നോളജും വെച്ച് മാക്സിമം നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതിൽ ഗിൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ കുട്ടി ജനിച്ചപ്പം കുട്ടിയുടെ ഉപ്പാൻ്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ദരിദ്രനായിരിക്കും. മൂന്നാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഉപ്പ പണക്കാരനായിരിക്കും. നമ്മൾ ഗിൽറ്റ് കൊണ്ടെന്താ കാര്യം? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കുട്ടിയെയും സ്നേഹിക്കാതെ ഒരു ഉമ്മയും കടന്നുപോലെ ഏറ്റവും മനോഹരമായ സാധനം ഉമ്മാൻ്റെ സ്നേഹമാണ്. അപ്പോൾ അതിൽ ഗിൽറ്റിൻ്റെ ഒരു കാര്യമേ ഇല്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കുട്ടിയായപ്പോൾ മൂന്നാമത്തെ കുട്ടിയുടെ കാലഘട്ടത്തിൽ കൊടുക്കാനുണ്ട്. ഈ പാരൻ്റൽ ഗിൽറ്റ് ഉണ്ടായുള്ള ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? വലിയ കോംപ്രമൈസിലേക്ക് പോകും. മൂത്ത കുട്ടി എന്ത് ചെയ്താലും ഞാൻ അവനെ പണ്ട് ആദ്യം മൂത്ത കുട്ടി ആയതുകൊണ്ട് തല്ലിയത് കൊണ്ടാണ് അവരിങ്ങനെ ആയത്. അപ്പോൾ ഇത് നമ്മളൊരു കോംപ്രമൈസിലേക്ക് പോകും. അത് ആ കുട്ടിയുടെ വളർച്ചയെ, സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കും. ഇനി ചെറിയ പ്രായത്തിൽ പ്രോബ്ലം ഇല്ലാത്ത കുട്ടികൾ 20 വയസ്സിന് ശേഷം കൂട്ടുകെട്ടിൽ കുടുങ്ങി പ്രയാസം അനുഭവിക്കുന്ന പാരൻസിനോട് എന്താണ് പറയാനുള്ളത്? അവർ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, ഇതെല്ലാം കൂടി പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ ആൻസർ ചെയ്യുന്നത്. പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിയർ പ്രഷർ എന്താ? പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിയർ എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ എന്നാണ്. ഇതിനുള്ള വലിയ മാർഗമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. കൂട്ടുകെട്ട് ഏറ്റവും പ്രധാനമാണ്. എങ്ങനെ നിങ്ങൾ കുട്ടീനെ പോറ്റിയിട്ടും കാണില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ മെത്തേഡും യൂസ് ചെയ്ത് നിങ്ങൾ എത്രയൊക്കെ കുട്ടികളെ പോറ്റിനും കാര്യമില്ല. കുട്ടിയുടെ സുഹൃത്ത് ആരാണോ ആ സുഹൃത്ത് കുട്ടിയുടെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ ബാധിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കുമെന്നാണ് ചൊല്ലി. എന്താണോ അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം തരണം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഇസ്ലായി സെൻ്ററാണ്. ഇവിടെ CRE ക്ലാസ്സുകൾ, ഇവിടുത്തെ പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ നിങ്ങളുടെ കുട്ടികളെ ഉൾപ്പെടുത്തുകയും ഇവിടെ വരുന്ന നിസ്കരിക്കുന്ന നല്ല സ്വഭാവമുള്ള കുട്ടികളുമായിട്ട് അവരെ കൂട്ടുണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ വലിയൊരു തെറ്റിലേക്കൊന്നും പോവാതെ ഈ രൂപത്തിലായി കിട്ടിയതിനുള്ള കാരണം എന്താ? ഇത്തരം പള്ളികളുമായി ബന്ധപ്പെട്ടുണ്ടായ അന്ന് MSM ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും, കണ്ടില്ലേ? വിസ്ഡം യൂത്ത്, വിസ്ഡം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഇതിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താൻ ആളുണ്ടാവും. നമ്മുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ തിരുത്താൻ ഒരാൾ വേണ്ടേ? അവനല്ലേ സുഹൃത്ത്. നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പം എനിക്കും താട എന്ന് പറയുന്ന ആളല്ലല്ലോ സുഹൃത്ത്. അതിനെ തിരുത്താൻ ആൾ വേണം. നിങ്ങളുടെ കുട്ടി ദീനീപരമായിട്ടുള്ള ഒരു സംഘടനയിൽ കുട്ടി പ്രവർത്തിച്ചുണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് അറിയോ? ഇതിനെ പരസ്പരം തിരുത്താനാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യരുത്, നീ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ആളുണ്ടാവും. ഇന്ന് നാളെ 11-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. കേരളത്തിൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു സംഗമം, ധർമ്മസമരം എന്ന് പറഞ്ഞ വലിയൊരു സംഗമം നടക്കാൻ. കുട്ടികളാണ് അതിൽ വരിക. കംപ്ലീറ്റ് ഓർഗനൈസേഷനും ചെറുപ്പക്കാരാണ്. എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്, അതിൻ്റെ എവറിത്തിങ് ചെറുപ്പക്കാരാണ്. അതിൽ താടി നരച്ച, മുടി നരച്ച ഒരാളും ഇടപെടുന്നില്ല.
കുട്ടികൾ തന്നെ പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ആപ്പ് ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, അതിന് അഡ്വർടൈസ്മെന്റ് നടത്തുന്നു, എന്ത് മനോരമ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഒരിക്കലും തെറ്റിപ്പോകും. ഇവര് ചർച്ച ഇതാണ്. ഇനി വരുന്നൊരു തലമുറ ഇപ്പം മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന ഒരാൾക്ക് മയക്കുമരുന്നിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കുട്ടി ഒരു കൗമാരപ്രായത്തിൽ എത്തുമ്പോൾ മുതൽ ഈ കുട്ടിയെ നിങ്ങളിങ്ങനെ പിടിച്ചു നിർത്താതെ നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കാനുള്ള എൻവിയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക. അവനെ കൊണ്ടുപോയിട്ട് നീ വാടാ, നിനക്ക് 3 കൂട്ടുകാർ മതി, ഉമ്മ തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉമ്മക്ക് കൊടുക്കാൻ കഴിയില്ല. ആ എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കുട്ടിയെ പള്ളിയുമായി, പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുമായി, നല്ല ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുക. അപ്പോൾ ഈ കുട്ടികൾ പറയും, സുബൈക്ക് പള്ളി കയറുന്ന കുട്ടി നിങ്ങളുടെ കുട്ടിയെ നിന്നിന്ന് കണ്ടില്ലല്ലോ എന്ന് പറയും. നോക്കൂ, നിങ്ങൾ ഒരു ദിവസം സുബൈക്ക്, നമ്മളൊക്കെ സുബൈക്ക് ഡെയിലി പോകുന്ന പള്ളി, ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പം 2 ദിവസമായിട്ട് സുബൈക്ക് പള്ളി കാണാത്തതിന് ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ എൻ്റെ ഇത് ഓണാക്കി നോക്കിയ മെസ്സേജ് ഉണ്ട്. എന്തു പറ്റി? എന്നെ പള്ളി കാണാത്തതിന് പള്ളി താളാഴ്ച എന്തു പറ്റി? ഞാൻ ചോദിച്ചു, ഒന്നും പറ്റിയില്ല. അല്ല, എവിടെ പള്ളി കണ്ടില്ലല്ലോ. 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് പോകുന്നത് ഇപ്പോൾ ഇന്നലെ മിനിയാന്ന്, 2 ദിവസമായിട്ടുള്ളൂ. ഇന്ന് മെസ്സേജ് അയച്ചു, എന്തു പറ്റി? അപ്പം നമുക്കൊരു കാര്യമുണ്ട്, ഇനി പള്ളി പോകാൻ പറ്റില്ല. അവർ ഇനി നമ്മളെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർ തെരഞ്ഞു വീട്ടിൽ വരും. അല്ല, എന്തെങ്കിലും പള്ളി കണ്ടില്ലല്ലോ, മനക്കടായില്ലേ, പള്ളി പോയേ പറ്റൂ. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പള്ളിയുമായി. അങ്ങനെ കുട്ടിയെ ബന്ധപ്പെടുത്തിയാൽ ഇത്തരം സംഘങ്ങളിൽ എത്ര ചെറുപ്പക്കാർ കുട്ടികൾ, നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്ക്. ഇന്ന് നടക്കുന്ന നാളെ നടക്കാൻ പോകുന്ന ധർമ്മസമരവുമായി ബന്ധപ്പെട്ട്, ഇന്ന് അവസാനിച്ച സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് എത്ര ഒരു താടിരോമം നിറച്ച എത്ര ആൾക്കാരാണ് നിങ്ങൾ നോക്കിയാൽ? കമ്പളിച്ചക്കന്മാർ ചെറുപ്പക്കാരല്ലേ, അവരെന്തുകൊണ്ട് അതിൽ എത്തിപ്പെട്ടു? ആ എത്തിപ്പെടാൻ കാരണം ആ എൻവയോൺമെൻറ്റിലേക്ക് കുട്ടിയെ നമ്മൾ തള്ളിവിടുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഇവിടെ സ്മോക്കിംഗ് ഉണ്ട്, ഇവിടെ മയക്കുമരുന്നുകളുണ്ട്, ഇവിടെ എല്ലാറ്റിനുള്ള അവസരമുണ്ട്, അതിൻ്റെ കൂടെ നന്നാവാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഇൻഷാ അല്ലാ നാളെ നിങ്ങളുടെ കുട്ടികൾക്ക്, മദ്രസ കുട്ടികൾക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ ദുബായ് ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഇത്തരം ക്ലാസ്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏവരെയും ഇതുപോലെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയത്തിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.